എൻ്റെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ദാണ്ടെ നോമ്പ് തുറയ്ക്ക് ശേഷം ഞാനും ഹസ്ബൻഡും എൻ്റെ മോനും കൂടി ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ തൊട്ടടുത്തുള്ളൊരു മോളിലേക്ക് പോവാണ്. ഞാൻ ദാ ഈ കാണിച്ചു തരുന്നത് ദുബായും ഷാർജയുടെയും ബോർഡർ കാണിച്ചു തരാണ്. അതായത് ഞങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഷാർജയും, അതായത് ഈ വഴിയുടെ അങ്ങേയറ്റത്താണ് എൻ്റെ ബിൽഡിങ്. അതായത് ഈ കാണുന്നതൊക്കെ ഷാർജയും ഈ വേലിയുടെ അപ്പുറത്ത് കാണുന്നത് ദുബായുമാണ്. അതായത് ഞങ്ങൾ നേരത്തെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഷാർജയുടെയും ദുബായുടെയും ബോർഡറിലാണ് താമസിക്കുന്നത്. പിന്നെ ഈ കാണുന്ന മോളിലാണ് ഞങ്ങൾ ഇന്ന് വന്നേക്കുന്നത്. ആക്ച്വലി ഹസ്ബൻഡിന് ഇവിടെ ഒരു മോളിൽ ബാങ്ക് വരെ വരേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പം ഞാനും എൻ്റെ മോനും കൂടെ വന്നതാണ്. വീക്കെൻഡ് ആയതുകൊണ്ട് ഇറങ്ങാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. പിന്നെ റംസാൻ അതായത് ഇഫ്താർ കഴിഞ്ഞ ടൈം ആയതുകൊണ്ട് ഷോപ്സ് ഒന്നും ഓപ്പൺ ആക്കിയിട്ടില്ല, എല്ലാം അടച്ചേക്കാണ്. അതായത് മിക്കവാറും ഉള്ള ഷോപ്സുകളെല്ലാം പകുതി ഷട്ടർ ഇട്ടിട്ടും അതുപോലെ ക്ലോസ്ഡ് ചെയ്തേക്കാണ്. ഇനിയിപ്പോൾ ഒരു 9 മണിക്കൊക്കെ ശേഷമാണ് ഇവിടുത്തെ ഷോപ്പൊക്കെ ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആവത്തുള്ളൂ. അതായത് ഇഫ്താറിൻ്റെ ടൈം ആയതുകൊണ്ടാണ്. പിന്നെ പോകുന്ന വഴിക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ സ്റ്റോൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ കണ്ടിങ്ങനെ പോവുമായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ ഫുഡ് കോർട്ടിലേക്ക് വന്നത്. അതായത് ഫുഡ് കോർട്ടിൻ്റെ അടുത്താണ് അവിടെ ഒരു അഡ്വഞ്ചർ ലാൻഡ് എന്നും പറഞ്ഞു പിള്ളേർക്കൊക്കെ കളിക്കാൻ പറ്റിയ ഒരു ഏരിയ ഉള്ളത്. അവിടെ വന്നപ്പോൾ ഞാൻ ആകെ ഞെട്ടിപ്പോയി. കാരണം താഴെയൊന്നും ഞാൻ ആൾക്കാരെ കണ്ടതേ ഇല്ല. പക്ഷേ ഫുഡ് കോർട്ടിലേക്ക് വന്നപ്പോഴത്തേക്കും ഫുള്ള് കൺജസ്റ്റഡ് ആയിട്ട് ആൾക്കാരിരിക്കുകയാണ്. അതായത് ഞാൻ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ വീഡിയോ എടുക്കാനേ പറ്റുന്നില്ലായിരുന്നു, അവിടെ അത്രയും ആൾക്കാരിരിക്കുകയായിരുന്നു. അപ്പം ഞാനാകെ ഞെട്ടിപ്പോയി, ഇഫ്താറിൻ്റെ ടൈമിൽ ഇത്രയും തിരക്കുമെന്ന്. പിന്നെ ഇത് കണ്ടോ, ഇത് ഹൈസാന് കളിക്കാൻ പറ്റിയ ഏരിയ ഉണ്ട്, എന്നാലും കുറച്ചും കൂടി വലുതായ കുട്ടികൾക്ക് പറ്റിയൊരു പ്ലേ സ്റ്റേഷനാണിത്. ഒരു ഫോറസ്റ്റിൻ്റെ തീമിലാണ് അവർ ചെയ്തേക്കുന്നത്. പിന്നെ ഇത് കണ്ടോ, ഈ കുതിരയുടേത് എനിക്ക് വളരെ ആഗ്രഹമാണ് എനിക്കിതിൽ കയറി ഒന്ന് റൈഡ് ചെയ്യണമെന്ന്. പക്ഷേ ഇവിടെയുള്ള ഇതിനകത്ത് എൻ്റെ ഏജിലുള്ളവർക്ക് അലൗഡ് അല്ല. പക്ഷേ ഇത് ഇപ്പോൾ ഇഫ്താറിൻ്റെ ടൈം ഞാൻ പറഞ്ഞില്ല, അതുകൊണ്ടാണ് ഇതൊന്നും അതായത് ഓൺ ആവാത്തത്. അല്ലാത്തപ്പം നല്ല ആളുണ്ടാവും കുട്ടികൾ കളിക്കാനും, അതുപോലെ തന്നെ നല്ല തിരക്കുമായിരിക്കും ഈ പ്ലേ സ്റ്റേഷനിലൊക്കെ. അത് കറങ്ങുന്നതൊക്കെ കാണാൻ നല്ല രസമായിരുന്നേ. ഇതിപ്പം ആരും ഇല്ല, പിന്നെ അതുപോലെ തന്നെ ഓണും അല്ലായിരുന്നു. ഇനി അടുത്ത വട്ടം ഞാൻ വരുമ്പം അത് ഓണാണെന്നുണ്ടെങ്കിൽ കാണിച്ചു തരാവേ. പിന്നെ ഈ ഏരിയയിലൊക്കെ കുറച്ചും കൂടി ഇങ്ങോട്ട് വരുമ്പം കുറച്ചും കൂടി നല്ല വലിയ റൈഡുകളൊക്കെ ഉണ്ട്. അതായത് നമ്മൾ ഈ വിഗാലൻഡിൽ, അതായത് അമ്യൂസ്മെൻറ്റ് പാർക്കിലൊക്കെ പോകുന്ന ടൈപ്പിലുള്ള കുറേ ആക്ടിവിറ്റീസും റൈഡുകളും ഉണ്ട്. അതായത് തലകുത്തിയൊക്കെ മറിയുന്ന റൈഡുകളും ഉണ്ട്. പിന്നെ കുട്ടികൾക്ക് പറ്റിയ ചെറിയ ചെറിയ ആക്ടിവിറ്റീസും മാതിരിയുള്ള കുറേ റൈഡുകളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ പുതിയതായിട്ട് വന്ന ഏതൊരു റൈഡാണ്, അങ്ങനെ ഞാൻ നോക്കി ഇരിക്കുകയായിരുന്നു. ഇത് മേളിൽ കൂടെ പോകുന്ന എന്തൊരു വണ്ടി കൂടെ പോകുന്ന സംഭവം തന്നെയാണ്. പിന്നെ ഇത് ഇങ്ങനെ തലകുത്തി മറിയുന്നു, ഞാൻ പറഞ്ഞില്ലേ വലിയവരുടെ റൈഡ്, അതാണിത്. ഇത് കണ്ടോ, ഈ വള്ളി ഇങ്ങനെ പടർന്ന് ചുറ്റി കയറി പോയേക്കുന്നത്. അത് കണ്ടപ്പോൾ ഞാനൊരു പണ്ട് കണ്ടൊരു ഇംഗ്ലീഷ് മൂവി എനിക്ക് ഓർമ്മ വന്നു. ഒരു ജൈൻറ്റിൻ്റെ പേര് ഓർക്കണില്ല. അതിനകത്ത് ഇതുപോലെ ഇങ്ങനെ മരം വളർന്ന് ഒരു മരത്തിൻ്റെ കുരു അതിങ്ങനെ പൊട്ടി മുളച്ച് ഒരു മരമായിട്ട് ഇങ്ങനെ ആകാശം വരെ മുട്ടുമ്പോഴത്തേക്ക് അവിടെ ഒരു വില്ലേജാണ്, അവിടെ ഒരു കുറേ ജെയിൻസ് താമസിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ കഥ വെച്ചിട്ട് നിങ്ങൾക്ക് ഏത് ഫിലിമാണെന്ന് മനസ്സിലായെങ്കിൽ കമൻറ്റ് ചെയ്യണേ.
ഇത് കണ്ടോ, ഇവിടെയൊക്കെ കുറച്ച് ഹൊററായിട്ടുള്ള കുറച്ച് തീംസിൽ വരുന്ന കുറേ പ്ലേ സ്റ്റേഷനുകളാണ്. അതായത് കുത്തുന്ന വെട്ടുന്ന ആയിട്ടുള്ള കുറേയൊക്കെ. അതിനകത്ത് ഇതാണ് ഞാൻ ഇപ്പം അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഒരു മനുഷ്യൻ്റെ തലയും കൈയൊക്കെ കാണാം. ആദ്യമേ വന്നപ്പോൾ ഒന്ന് ജസ്റ്റ് പേടിച്ചായിരുന്നു. പേടിയല്ല, പെട്ടെന്ന് ഞെട്ടിയായിരുന്നു. ഇപ്പം അറിയാം അവിടെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന്. ദേ കണ്ടോ. പിന്നെ ഇതുപോലെ വേറെയും കുറേയൊക്കെ ഉണ്ട്. ഈ മോളെന്ന് പറയുന്നത് സഹാറ സെൻറ്റർ എന്നാണ് കേട്ടോ പേര്. ഞങ്ങൾക്ക് ഭയങ്കര കൺവീനിയൻ്റ് ആണ് കുറച്ച്, കാരണം വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു മോളും കൂടിയാണ്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ഹൈസാനെയും കൊണ്ട് പോകണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് വീക്കെൻഡിൽ ദൂരെ പോകണ്ട, അടുത്തെങ്ങാനും ഒന്ന് വൈബ് ചെയ്യാൻ പോകണമെങ്കിൽ ഞങ്ങൾ ഇവിടെ അടുത്താണ് വരുന്നത്. അത്യാവശ്യം എല്ലാ ബ്രാൻഡുകളും ഉണ്ട്. പിന്നെ ഓഫേഴ്സ് പൊതുവെ കുറവാണ്. മറ്റുള്ള മോളിലൊന്നും സിറ്റി സെൻറ്ററിലൊന്നും കിട്ടുന്ന അത്ര ഓഫേഴ്സ് ഇവിടെ ഇല്ല. എന്നാലും കുഴപ്പമില്ല. ഞാൻ ദാണ്ട് ആ മഴ വീണ്ടും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടെ വെച്ച് ഷൂട്ട് ചെയ്യുന്ന സമയത്തും ഈ സിനിമയുടെ പേര് ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വിചാരിച്ച് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യാണ്. പിന്നെ മറന്നുപോയിട്ട് ദാണ്ട് വീണ്ടും ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അതിനെപ്പറ്റി ഓർത്തത്. പിന്നെ ഞങ്ങൾ അധികം നേരം അവിടെ നിന്നില്ല. ഞാനിത് ഒറ്റയ്ക്ക് ഇവിടെ വന്നിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഞാൻ പറഞ്ഞില്ല ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോയി മോർണിംഗ് കൊണ്ട്. ആ സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്. ഞങ്ങൾ അങ്ങനെ ദാണ്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഡെക്കറേഷനുള്ളൊരു വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ഇത് ബാക്ക് സൈഡിലൊരു കോർണർ സൈഡാണ്. ഫ്രണ്ടിലുള്ള സൈഡിൽ കുറച്ചും കൂടി നല്ല ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് പോയിട്ടില്ലായിരുന്നു. ഇൻഷാ അല്ലാഹ് ഇനി വേറൊരു ദിവസം ഞാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കാം. ഇതാണിത്. ഇവിടുന്ന് അങ്ങ് അറ്റം വരെയുള്ളൊരു മോളാണ്. പിന്നെ ദാണ്ടേ ഇത് ദുബായ്. ഞാൻ വീണ്ടും ദുബായ് ഷാർജ നിങ്ങളെ കാണിച്ചു തരിക. ഇത് ദുബായും ദുബായ് കൂടെ പോകുന്ന റോഡ്. നമുക്ക് ജസ്റ്റ് വാക്കിംഗ് ചെയ്താൽ മതി. നമുക്ക് റോഡ് ക്രോസ് ചെയ്ത് പോകാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഈ കാണുന്നത് ഷാർജയാണ്. അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണെന്ന് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. പിന്നെ ഈ പോകുന്നത് ഷാർജ ബസ്സാണ്. റൈറ്റിലോട്ടോ ഇതിനകത്തുള്ള വണ്ടി ഉണ്ട്, താഴെ കൊടുക്കും. ഹലോ ഗായ്സ്, ഇന്ന് ഞങ്ങൾ പോയി ഒരു നൈറ്റ് വാക്കെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു ഏറ്റവും വലിയൊരു മോളായ ഇത് പറഞ്ഞു തന്നതിന് താങ്ക്സ്. എന്തോന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് വിചാരിച്ചു. ഈ കാണുന്നത് ആൾക്കാർ നടന്നു പോകുന്നത് കണ്ടോ? അപ്പം അത് ദുബായിലേക്ക് പോകുന്നതാണ്. നമുക്ക് നടന്നു പോകാനുള്ളതേ ഉള്ളൂ. ബസ് കാറിനൊന്നും പോകാൻ പറ്റില്ല, അത്രയേ ഉള്ളൂ കേട്ടോ. അല്ലാതെ നമുക്ക് എളുപ്പമാണ് ചാർജ് ചെയ്യുന്ന ദുബായിലോട്ട് പോകാം. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.